ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്നും പറഞ്ഞോണ്ടിരുന്നത്. എനിക്കൊരു 2 മണിയാകുമ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പോകണം. എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും അമ്മയും കൂടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിന്നപ്പോഴത്തേക്കാണ് എനിക്ക് കൊറിയർ വന്നത്. അപ്പൊ ഞാൻ അത് കുറെ ദിവസം കൊണ്ട് കാത്തിരുന്ന ഒരു കൊറിയർ ആയിരുന്നേ. ലിപ്സ്റ്റിക് ആണ് കേട്ടോ, പർപ്പിളിന്ന. ഞാൻ അതൊരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തു, പക്ഷെ എന്നെ പറ്റിച്ചു എന്നാണ് തോന്നുന്നത്. ഇന്ന് വരെ നാളെ വരെ കൂടെ മെസ്സേജ് വന്നു, പക്ഷെ സാധനം ഇതുവരെ വന്നില്ല. അപ്പൊ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ ഇന്നായപ്പോ എനിക്ക് മെസ്സേജും വന്നു, കോളും വന്നു. അപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയി. സാധനം എന്റെ കൈ കിട്ടി. ഞാൻ ഇതുവരെ അത് അൺബോക്സ് ചെയ്തില്ല, തുറന്നു ഞാൻ നോക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. ഞാനിങ്ങനെ 2 മൈക്ക് ഇങ്ങനെ വരി വരിയായിട്ട് കുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച മൈക്കാണ് കേട്ടാ. ഇത് യാത്ര സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതാണ് കേട്ടോ ബോക്സ്. ചെയ്ത് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് അല്ലേലും കൊറിയറൊക്കെ വരുമ്പോഴേ ഇതുപോലെ അൺബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സനീന്ന് എത്തിക്കല്ലേ മിക്സനീന്ന് ഞാൻ ഇതുപോലെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ പെട്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാ ഒരുപാട് സാധനങ്ങൾ ഞാൻ എത്തിക്കല്ലേ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല പ്രോഡക്റ്റ്, എനിക്ക് സ്പിറ്റലിലെല്ലാം ഇഷ്ടമാണ്. ദൈവമേ, ആ ഷെയ്ഡൊക്കെ തന്നെ എന്തോ കിട്ടിപ്പോയി. സാധനം ഞാൻ എടുത്ത് നോക്കാം. എനിക്ക് ഫോണിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരെ പറ്റത്തില്ല. ഞാൻ കണ്ണാടിയിൽ പോയി ഇട്ട് നോക്കിയിട്ട് വരാം. എന്തെങ്ങനെ നേരത്തെ കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇട്ടിട്ട് വരാം. അപ്പൊ ഞാൻ ഇട്ടു. ഇതാണ് സാധനം. സൂപ്പർ മണം, തിന്നാൻ തോന്നുന്നു. ആക്ച്വലി ഞാന് ആ ഒരു എന്റെ വല്യമ്മയൊക്കെ ഉത്സവ ടൈമില് ഒരുങ്ങുന്ന ഒരു വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ ഞാൻ ഇടുന്നത് ഈ സെയിം ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടാന്ന് വിചാരിച്ചേ. ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കിയപ്പോ ഇതിന്റെ പുറകിൽ കീറിയിരിക്കുന്നത് തുടിയോന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ അടിഭാഗത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്തോ കീറിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഇത് ഇടാൻ പറ്റത്തില്ല, ഡ്രസ്സും മാറ്റിയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഇടുന്ന ഡ്രസ്സ്. അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാൻ അധികം മേക്കപ്പ് കാണുമ്പോൾ എന്റെ ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ് ഇടുന്നത്. തീരാറായി. എനിക്ക് കിട്ടിയുടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങണമെന്നുണ്ട്. പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരണമെന്നില്ലല്ലോ, അതുകൊണ്ട് മാത്രം വാങ്ങാണ്ടിരിക്കുന്നത്. വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഇതൊന്നിനെ ആക്ച്വലി മറ്റന്നാ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കിട്ടില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു കാര്യം. മോയ്സ്ചറൈസർ ഇട്ട് മഴ ആയതുകൊണ്ട് വെയിലൊന്നും അധികമായിട്ടില്ല. എന്നാലും സൺസ്ക്രീൻ ഇട്ടേക്കാൻ ഞാൻ കിട്ടിയില്ല. ഞാനൊരു സൺസ്ക്രീം ഇതാ സോഫ്റ്റ് ടച്ച് സൺബ്ലോക്ക് ആണേ. ഫാൻ ഇട്ടേക്കണോണ്ട് വോയിസിനൊരു ഇരപ്പൊക്കെ കാണും. ആക്ച്വലി ഫാൻ ഇടാതെ നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാ. മഴ ഉണ്ടെങ്കിലും ചൂടെടുക്കുന്നു. പിന്നെ ഫോണിൽ നോക്കി ഒരുങ്ങുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സൺസ്ക്രീൻ ഇട്ട് ഞാൻ സ്ലിറ്ററിന്ന് വാങ്ങിച്ച ഒരു ക്രീമാണ്. ഞാൻ മുന്നേ ഫെയർ ലവ്ലി ഒക്കെ യൂസ് ചെയ്യാറ് മുന്നേ കൂടി പഠിച്ചിരുന്ന ടൈമില്. പിന്നെ അതൊക്കെ നിർത്തി. എനിക്കതൊക്കെ ഞാൻ കറക്കുന്നു, അതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ക്രീം മാമാത്തിന്റെ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ക്രീമാണ്. എല്ലാം ഉണ്ട് താഴെ പോകും. അപ്പൊ അതും കഴിഞ്ഞ് ആക്ച്വലി പറ്റുമെങ്കിൽ ഞാൻ ഷോപ്പിൽ പോണൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ ആൾക്കാരെന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഞാൻ കാട്ടായിക്കോണത്തുള്ള ഒരു എന്തോ ഒരു കടയുടെ പേര്, പക്ഷെ അവിടെ ചെറിയൊരു കടയാ.
പക്ഷെ സൂപ്പർ കളക്ഷൻസാ. ഞാൻ കല്യാണത്തിന് മുന്നേ അവിടെ ഡ്രസ് എടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പഴാ പോണേ. ഈ ലിപ് ലൈനർ ഒന്ന് ചെയ്ത് കൊടുക്കാം. എനിക്ക് മിറർ ഉണ്ടെങ്കിൽ പറ്റും. ഞാൻ കണ്ണാടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യുന്നില്ല. ഐബ്രോ ഫില്ല് ചെയ്യാത്തത് നല്ല രീതിക്ക് ഐബ്രോ വളർന്നു. അപ്പൊ പിന്നെ വലിയ വലിയ കാര്യമില്ല, ത്രെഡ് ചെയ്യാൻ കയറണം. അതുകൊണ്ട് ഐബ്രോസ് കുഴപ്പമില്ല. ഇതേ ഉള്ളൂ എന്റെ മേക്കപ്പ്. ഇനി ഹെയർ ഒന്ന് ഉണക്കാം. ഫുൾ ടൈം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മളിപ്പം എപ്പോഴും ഞാൻ ഈ ട്രീറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്ത് ഹെയർ ഒക്കെ നല്ല പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫാന്റെ കാറ്റുകൊണ്ട് തന്നെ ഉണങ്ങട്ടെ. ആണ്ടെ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെ വേർത്ത് വേർത്ത് ഒഴുകൊണ്ടേയിരിക്കും. അത് 500. അതെല്ലാം 350. അത് ഇനി വരാണ്ട്, സ്റ്റോക്ക് ഒരുപാട് വരാണ്ട്. ഇതിപ്പോ പറഞ്ഞില്ലേ നാളെ പണിയായേ.